അതെ അതിലാടെ വെച്ചാട്ടെ, ഞാൻ ചെയ്തോളാം. എനിക്ക് കയ്യങ്ങ മുറിച്ചിട്ട് വേണം നിങ്ങളെ മോനെ എന്നെ ഇട്ട് ചീത്ത പറയാൻ. അല്ല മോളെ, ഞാൻ ചെയ്തോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞേ, ഞാൻ തന്നെ ചെയ്തോളൂ. എണീച്ചു പോയട്ടെ. അതെ, എങ്ങോട്ടായി ചായപാത്രമായിട്ട്? അച്ഛൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞത് വെക്കാനാണ്. കുറച്ചു മുമ്പല്ലേ നിങ്ങൾ ചായ വെച്ച് കുടിച്ചേ? ഇടക്കിടക്ക് ചായ കുടിക്കാൻ ഈ ചായപ്പൊടി മനസ്സാരി വെറുതെ കിട്ടുന്നല്ല. ഒന്ന് പോയട്ടെ. ചായപ്പൊടി തീർന്നിട്ടാ പോലും ഇല്ലത്. ഞാൻ അവനോട് വാങ്ങാൻ പറയാ. നീ എന്നോട് കളവ് പറയാൻ തുടങ്ങിയല്ലേ? ഓള് പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. നമുക്കിത് സഹിക്കല്ലാണ്ട് പിന്നെ എന്താണോ വഴി? എടാ, എനിക്ക് എക്സാം ആവാനായില്ലേ? ഏത് നേരം കളി തന്നെയാ. ഒരച്ചാച്ചനും അമ്മമ്മയും നിങ്ങൾ രണ്ടാളെ ഇവനെ ചീത്തയാക്കുന്നത്. മതിയൊക്കെ വന്നാട്ടെ ഇങ്ങോട്ട്. ആ മതി, കളി ഉള്ളതെല്ലാം മതി. വന്ന് കോയമ്പ് തേച്ചിട്ട് ബാത്റൂം വൃത്തിയടാക്കി. അതെ, രണ്ടാളോടും കൂടി ഒരു കാര്യം പറയാം. ഈ കോയമ്പ് തേച്ചിട്ടുള്ള കൂടി എന്റെ ബാത്റൂമിൽ പറ്റൂല. വേണമെങ്കിൽ പുറത്തെങ്ങാൻ പോയിട്ട് കുളിക്കണം. കേട്ടിനല്ല ഏട്ടാ? ഇനി ഇത് ശരിയാവൂല ഏട്ടാ. ഇവരിനി ഇവിടെ നിർത്താൻ പറ്റൂല. എനക്ക് മടുത്തു. അതെങ്ങനെ ശരിയാവുക? അവർക്ക് നാട്ടിലാരുള്ളേ? നിന്റെ എല്ലാം വാക്ക് കേട്ടിട്ടല്ലേ നാട്ടിലുള്ള വീടും പറമ്പൊക്കെ വിറ്റിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വീടെടുത്തേ. അവർക്ക് നാട്ടിലിപ്പോൾ ആരുള്ളേ? ഒന്നുമില്ല. ഇവരിവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരെവിടെ പോയി താമസിക്കുക? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. 9 മണിയായില്ല, ഇനി എണീക്കാനായിട്ടില്ലേ? നല്ല സുഖാന്നല്ല. ഫുഡ് കഴിക്കാനാകുമ്പോൾ ഇങ്ങോട്ട് എത്തിയാൽ മതി. ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഏട്ടാ, ഏട്ടാ, അച്ഛനമ്മേനെ അവിടെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ നീ പറയുന്നത്? നിങ്ങളൊന്ന് വന്ന് നോക്കിയേ. എവിടെയാണ് പോയവര്? എനിക്കറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എൻ്റെ അമ്മോ. പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളെ അന്വേഷിച്ചു വരണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഇനി ഞങ്ങൾ വേണ്ട. കൊച്ചുമോനെ ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം. സാരമില്ല, നിങ്ങൾ നന്നായി ജീവിക്കണം. ഇനിയൊരു തിരിച്ചു വരവില്ല. സ്നേഹത്തോടെ അച്ഛൻ, അമ്മ. ഒരു കുടുംബമാവുന്നതോടുകൂടി മക്കളിൽ പലർക്കും അച്ഛനും അമ്മയും ഒരു ബാധ്യതയാകാറുണ്ട്. ഒരുപാട് ലാളിച്ചു സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതും തിരിഞ്ഞു നോക്കാത്തതുമായ ഒരുപാട് വാർത്തകൾ നാം കാണാറുണ്ട്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവർ ഒന്നോർക്കുക, നീ സൃഷ്ടിച്ച പുതിയ തലമുറ നിന്റെ പിന്നാലെ തന്നെയുണ്ട്.